നമസ്കാരം KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ബ്രാൻഡുകളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചൈന ഫോണുകൾ നൽകി കബളിപ്പിക്കുന്ന സംഭവം പെരുകുന്നു. പുതിയ തട്ടിപ്പിൽ വീണു പോകുന്നത് നിരവധി പേർ. പുകയില വിരുദ്ധ വിദ്യാലയങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. സ്കൂൾ പരിസരത്തെ ലഹരി വിൽപ്പനയ്ക്കെതിരെ കർശനമായ ജാഗ്രത. മഞ്ചേശ്വരത്ത് സ്വകാര്യ വ്യക്തി പുഴ കയ്യേറുന്നു. പ്രതിഷേധം ശക്തം. ഉത്തരമില്ലാതെ പ്രദീപ് രാജിന്റെ തിരോധാനം. ആക്ഷൻ കമ്മിറ്റി വീണ്ടും സമരരംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. മിന്നുന്നതെല്ലാം ബ്രാൻഡല്ല. ബ്രാൻഡുകളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചൈന ഫോണുകൾ വിൽപ്പന നടത്തുന്ന സംഘം കാസർഗോട്ടും പെരുകുന്നു. ഇത്തരത്തിൽ തട്ടിപ്പിനിരയായത് നിരവധി പേരാണ്. പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് ഫോണുകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകാർ തങ്ങളുടെ ഫോണുകളെ വിൽപ്പന നടത്തുന്നത്. 1000 മുതൽ 1500 രൂപ വിലയുള്ള ഫോണുകൾ 3000 മുതൽ 5000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഒറ്റനോട്ടത്തിൽ സാംസങ് കമ്പനിയുടെ ഒറിജിനൽ ഫോണാണെന്ന് തോന്നിപ്പോകും. കച്ചവടക്കാർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഒരാവശ്യത്തിന് നഗരത്തിൽ വന്ന് കാശ് തികയുന്നില്ല, അല്ലെങ്കിൽ ബന്ധു ആസ്പത്രിയിലാണ്, ഡിസ്ചാർജായി, ബില്ലെടുക്കാൻ കാശില്ല, അതുകൊണ്ട് ഫോൺ വിൽക്കുകയാണ് എന്ന രീതിയിലാണ് സഹതാപം പിടിച്ചുപറ്റുന്നത്. ഇത്തരത്തിൽ 25ഓളം പേർ വഞ്ചിതരായിട്ടുണ്ടെന്ന് മൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നാൽത്തടുക്ക പറഞ്ഞു. 10-20-25 ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രാവിലെ ഒറിജിനൽ ആണെന്ന് വ്യാജേന നമ്മുടെ പീടികയിലെ കുറച്ച് കഴിഞ്ഞിട്ട് കവറിനൊക്കെ വരുമ്പോഴാണ് അറിയുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 3000-4000 വിൽക്കുന്നത്, ഡബിളിൽ കൂടുതൽ റേറ്റാണ് വിൽക്കുന്നത്. 800-900 രൂപയുള്ള ഫോൺ വിൽക്കുന്നത് 2000-2500 വിറ്റിട്ട് പുതിയത് ഇന്നലെ വാങ്ങിയെന്നുള്ള ഒറിജിനൽ കാണുമ്പോൾ അത് കടക്കാർക്കല്ലാണ്ട് വേറെ ആൾക്ക് മനസ്സിലായി. ആ രീതിയിലുള്ള ഇത് തട്ടിപ്പാണ് ഇപ്പോൾ സാധാരണ നടന്നത്. ഫോണുകൾ വാങ്ങുമ്പോൾ ഒറിജിനൽ ഫോണാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇത്തരം തട്ടിപ്പുകാരുടെ വലയത്തിൽ വീണുപോകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. പഴയ മൊബൈൽ ഫോണുകൾ സ്ട്രേഞ്ചേഴ്സ് അപരിചിതരുടെ കയ്യിൽ നിന്നും കടയിൽ നിന്നും വാങ്ങുന്ന സമയം അതിൻ്റെ യഥാർത്ഥ രേഖകളുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാങ്ങിക്കുവാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത്. മോഷ്ടിച്ച മൊബൈൽ ഫോൺ അറിയാതെ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. അറിയാതെയാണെങ്കിൽ പോലും മോഷ്ടിച്ച മൊബൈൽ ഫോൺ വാങ്ങുന്നയാളും കുറ്റവാളിയാകപ്പെടുകയാണ്. ബസ്സുകളിലും മറ്റും കയറി ആസ്പത്രി ബില്ലുകൾ കാണിച്ചാണ് സഹതാപം പിടിച്ചുപറ്റുന്നത്. കഴിഞ്ഞ ദിവസം ബദിയെടുക്ക ബാരടുക്കയിലെ രവിചന്ദ്രൻ തട്ടിപ്പിനിരയായി. കാസർഗോഡ് നിന്ന് പുത്തൂർ പോകുമ്പോൾ വീട്ടിലെത്തുന്ന ഒരാൾ ഇതിടുന്ന കാസർഗോഡ് നിന്നേ ഉണ്ടായി. വീട്ടിലെത്ത് പറയാൻ തുടങ്ങി, എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, ഞാൻ ഈ ഗൾഫിൽ നിന്ന് വരുന്നത്, കുറച്ച് പൈസ വേണമെന്ന്. അങ്ങനെ ഈ മൊബൈൽ എടുത്തിട്ട് കൊടുത്തു. എത്രയെന്ന് കൊടുക്കി, ഒരു 3000 കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ 3000 കൊടുത്തു. എനിക്ക് അതിൻ്റെ റേറ്റ് വരെയല്ല. ഇത്തരത്തിൽ നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. സൂക്ഷ്മത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. മഞ്ചേശ്വരം പൊസോട്ട് പാലത്തിനു സമീപം പുഴ കയ്യേറുന്നതായി പരാതി. പുതുതായി സ്ഥലമെടുത്ത സ്വകാര്യ വ്യക്തികളാണ് റോഡിൽ നിന്ന് വ്യാജേന മണ്ണിട്ട് പുഴ നികത്തിക്കൊണ്ടിരിക്കുന്നത്. അനിയന്ത്രിതമായ മണലെടുപ്പ് കാരണം ജില്ലയിലെ ഓരോ പുഴകളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് മഞ്ചേശ്വരം പുഴയ്ക്ക് മറ്റൊരു പ്രഹരം നൽകി സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തി പുഴ കയ്യേറുന്നത്. റോഡിനാണെന്ന വ്യാജേനയാണ് പൊസോട്ട് പാലത്തിന് സമീപം പുഴയുടെ തീരത്ത് മണ്ണിടുന്നത്. പിന്നീട് മണ്ണിട്ട് നികത്തൽ പുഴയിലേക്കും നീളുന്നു. പുഴയെ സംരക്ഷിക്കുന്ന നടപടികൾ സംസ്ഥാന തലത്തിൽ തന്നെ ഫലപ്രദമായി നടപ്പിലാക്കുമ്പോഴാണ് അധികൃതരുടെ ഒത്താശയോടെ പൊസോട്ട് പാലത്തിന് സമീപം പുഴ കയ്യേറ്റം നിർബാധം തുടരുന്നത്. ഇതിനു പുറമെ മാലിന്യം തള്ളുവാനുള്ള കേന്ദ്രമായും ഈ പുഴ മാറിയിരിക്കുകയാണ്. മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വാഹനങ്ങളിലും മറ്റുമായി എത്തിക്കുന്ന മാലിന്യങ്ങൾ ഈ പുഴയിലാണ് നിക്ഷേപിക്കുന്നത്. മാലിന്യങ്ങളിൽ നിന്നും ഉയരുന്ന കനത്ത ദുർഗന്ധം കാരണം പ്രദേശത്തുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കുവാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രദേശത്തുള്ളവർ പരാതിപ്പെടുന്നു. റോഡ് സൈഡിലെല്ലാം ഇത് ഇട്ടിട്ട് പുഴൻ്റെ സൈഡിൽ മണ്ണിട്ടിട്ട് റോഡെല്ലാം ഇതായി പുഴയെല്ലാം പോയി. പിന്നെ മനുഷ്യന്മാർക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല നാറ്റത്തിൽ. പിന്നെ ഇത് നല്ലൊരു പുഴ ആയിട്ടുണ്ടായിരുന്നു. വെള്ളമില്ല, പോയിക്കൊണ്ടും നല്ല ആൾക്കാർ കുളിച്ചോണ്ടും തിരുമ്പിക്കൊണ്ടുണ്ടായ സ്ഥലം. അപ്പോൾ കച്ചറിൽ നായും ഇതെല്ലാം ഇവിടെ ഏറിയിട്ട് കച്ചറിൽ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ചങ്കത്ത് ബ്രിട്ടീഷ് കാലത്തുള്ള ചങ്കത്തിൻ്റെ അടിയിൽ നല്ല വെള്ളം ഒലിച്ചുകൊണ്ടുണ്ടായ ചങ്ക. ഇത് ഇപ്പം മനുഷ്യന്മാർക്കൊന്നും ഇല്ല, നടക്കാനേ പറ്റുന്നില്ല. മണലെടുപ്പ് കാരണം ഏറെക്കുറെ മരണം കാത്തുകിടക്കുന്ന പുഴയിൽ അല്പം പോലും ദയാദാക്ഷിണ്യമില്ലാതെയാണ് പലരും മാലിന്യം നിക്ഷേപിക്കുന്നത്.
പുഴയെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വന്നില്ലെങ്കിലും ഈ പുഴയെ നശിപ്പിക്കുവാനാണ് പലർക്കും തിടുക്കം. പുഴ മണ്ണിട്ട് നികത്തുന്നത് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. പുഴ നശിക്കുമ്പോൾ ഒരു നാടാണ് നശിക്കുന്നത്. ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാനുള്ള കഴിവും വിവേകവും ഇല്ലാത്തവരാണ് പുഴ നശിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുഴ മണ്ണിട്ട് നികത്തുന്നതും പുഴയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും ഇനിയും തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുകയില വിരുദ്ധ വിദ്യാലയത്തിന് ജില്ലയിൽ തുടക്കമായി. ചെറുകള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത്. ജില്ലയിലെ പുകയില രഹിതമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ പ്രഭവ കേന്ദ്രമായി എല്ലാ വിദ്യാലയങ്ങളും മാറണമെന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒ മുഹമ്മദ് അസ്ലം പറഞ്ഞു. പുകയില നിയന്ത്രിത നിയമം നടപ്പിലാക്കാനുള്ള ചാലകശക്തിയായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മുന്നോട്ട് വരണം. അതിനുള്ള സാമൂഹിക അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ ജില്ലാ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാലയ പരിസരങ്ങളിലെ പുകയില വിൽപ്പന പൂർണ്ണമായും ഇല്ലാതാക്കുകയും പൊതുസ്ഥലത്ത് പുകയില നിരോധനം ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ എല്ലാ പരിശ്രമങ്ങൾക്കും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തണം. പുകയിലരഹിത വിദ്യാലയം ജില്ലാതല ഉദ്ഘാടനം ചെറുക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുള്ള ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ C രാഘവൻ പുകയിലരഹിത വിദ്യാലയ നയപ്രഖ്യാപനം നടത്തി. നാർക്കോട്ടിക്സിൽ ഡിവൈഎസ്പി KS സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കപ്പൽ ജോലിക്കിടയിൽ കാണാതായ കൂഡ്ലുവിലെ പ്രദീപ് രാജിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി വീണ്ടും സമരരംഗത്ത്. ഇതിന്റെ ഭാഗമായി കാസർകോട്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം BJP ദേശീയ സമിതി അംഗം M സഞ്ജീവ ഷെട്ടി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രജയെ കാണാതായെങ്കിൽ വിവിധ കാണാതായതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, മരിച്ചിനോ ഉണ്ടോ ജീവിതത്തിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കടമ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. വിദേശത്ത് വന്ന ആൾക്കാർ കൂടി നമ്മളെ ഇന്ത്യത്തിൽ വന്നാൽ നമ്മൾ അന്വേഷിക്കണം. വിദേശത്ത് വന്നാൽ ഒറ്റ ഒരു പൗരനെ അവിടെ പോയി അന്വേഷിക്കണം. പക്ഷേ ഈ 5 കൊല്ലത്തിനും കൂടി ഈ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതി. എന്തായിക്കോട്ടെ, ജീവിതത്തിലുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്താണ് സംഗതി. ഷിപ്പിൽ പോയ അങ്ങനത്തെ ഒരു വ്യക്തി 5 കൊല്ലത്തിൽ പ്രതിപ്രായം പറഞ്ഞ വ്യക്തി ഇന്ന് വരെ കാണാൻ വീട്ടുകാർക്ക് അത് ആരെ വീട്ടുകാർക്കായെങ്കിലും എന്തായിട്ടുണ്ട് സംഭവം. PM സുബൈർ പടപ്പ് അധ്യക്ഷത വഹിച്ചു. വിജയലക്ഷ്മി കടമ്പഞ്ചാൽ, ഹൈദർ കുളങ്ങര, അബ്ദുള്ള ഉദുമ, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, KH മുഹമ്മദ്, CMA ജലീൽ, റഹീം ബണ്ടിച്ചാൽ, ഹമീദ് മൊഗ്രാൽ, സുശീല P മണി, രാജൻ പ്രതിഭ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഹമീദ് സീസൺ തുടങ്ങിയവർ സംസാരിച്ചു. കേരള യോഗി സർവീസ് സൊസൈറ്റി 11ാം സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് പ്രോജ്വല സമാപനം. നിരവധി പേർ സംബന്ധിച്ചു. കേരള യോഗി സർവീസ് സൊസൈറ്റി 11ാം സംസ്ഥാന സമ്മേളനം വൈവിധ്യമാർന്ന പരിപാടികളോടെ സമാപിച്ചു. സമ്മേളനം പൂരക്കളി അക്കാദമി സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണ പണിക്കർ മടിക്കെ ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായവുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം, ഞാനൊരു പൂരക്കളി കലാകാരനാണ്. ഞങ്ങളുടെ ഈ കലയെ വളർത്തുന്നതിൽ ഈ സമുദായത്തിലെ ഗുരുക്കന്മാർ, ആചാര്യന്മാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മറന്നിരിക്കുമോ എന്നുള്ള കൃഷ്ണഗുരുക്കൾക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ വീട്ടിൽ പഠിക്കുന്ന കാലം ഞങ്ങൾക്കൊരു ഇതിലൊരു സിലബസ് ഉണ്ട്, യോഗി ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. PP ബാലചന്ദ്ര ഗുരുക്കൾ അധ്യക്ഷനായി. യോഗി മാർഗം ഗ്രന്ഥം രചിച്ച ഡോക്ടർ PM കൃഷ്ണൻ ഗുരുക്കൾ ചെറുവത്തൂരിനെ ആദരിച്ചു. വാടങ്ങം K സുജാത, MM ലക്ഷ്മി, KM കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, KM വിജയൻ എന്നിവർ സംസാരിച്ചു. PY രതീശൻ സ്വാഗതവും സതീശൻ പറക്കാട്ടിൽ നന്ദിയും പറഞ്ഞു. കേരള സർക്കാർ മലിനീകരണ ബോർഡിന്റെ പരിസ്ഥിതി അവാർഡ് നേടിയ AM അബ്ദുൽ ഖാദറിനെ അനുമോദിച്ചു. ഓൾ കേരള ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർകോട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ക്രഷറുകളെയും വ്യവസായങ്ങളെയും തെറ്റിദ്ധാരണയോടെ നോക്കിക്കാണുന്ന കാലത്ത് തന്റെ വ്യവസായ കേന്ദ്രത്തിൽ പച്ചപ്പിന്റെ പുതിയ ലോകം തീർത്തുകൊണ്ട് വ്യവസായ രംഗത്തിന് പുതിയ മാതൃക പകർന്ന AM അബ്ദുറഹ്മാനെയാണ് ഓൾ കേരള ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. കാസർഗോഡ് ഹോട്ടൽ ഹൈവേ കാസ്റ്റിൽ നടന്ന പരിപാടി LBS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KA അഹമ്മദ് നവാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഈ കാസർഗോഡ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാകരൻ കമ്മീഷൻ 100 കോടി, എൻഡോസൾഫാൻ പരിപാടി 115 കോടി, എയിംസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, IIT കുറിച്ച് കേരളത്തിൽ ചർച്ച ചെയ്യുന്നു, പുതിയ പുതിയ സംവിധാനങ്ങൾ ഇവിടേക്ക് വരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. കഴിഞ്ഞ 20 കൊല്ലത്തിലേറെ കാലമായി ഈ കാസർഗോഡുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ ഈ 20 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. ഇനിയും അതിശീഘ്രം ഈ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എത്ര മാറ്റങ്ങൾ ഏത് രീതിയിൽ ഉണ്ടായാലും ഒപ്പം തന്നെ നാം ഈ പരിസ്ഥിതിയെ സ്വല്പമെങ്കിലും ഹനിക്കാതിരിക്കും. മരങ്ങളും പക്ഷികളും വ്യത്യസ്തങ്ങളായ ചെടികളും കൊണ്ട് സമ്പന്നമായ പെരളിടുക്കയിലെ ക്രഷറിനെ അബ്ദുൽ ഖാദർ പാർക്കായി ക്രമീകരിച്ചെടുത്തിരിക്കുകയാണ്. പരിസ്ഥിതിക്ക് പുതിയ പാഠം പകരുന്ന അബ്ദുൽ ഖാദറിന്റെ പ്രവൃത്തി പരക്കെ പ്രശംസയ്ക്ക് അർഹമായി. ജില്ലാ പ്രസിഡന്റ് BM സാദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഫാറൂഖ് കാസ്മി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് അലി മൊയ്തീൻ, സെക്രട്ടറിമാരായ അനീഫ് നെല്ലിക്കുന്ന്, കോയാമു, മുജീബ് അഹമ്മദ്, P ചന്ദ്രമോഹൻ, സുഭാഷ് നാരായണൻ, C നാരായണൻ, പുഷ്പാകരൻ ബെണ്ടിച്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് കാസർഗോഡ് സ്വീകരണം നൽകും. 27 നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 56-അംഗ ILO ഭരണസമിതിയിൽ തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളായി 14 പേരാണ് ഉള്ളത്. ഇതിൽ ഏഷ്യയിൽ നിന്നും 2 പേർ മാത്രമാണ് ഉള്ളത്. R ചന്ദ്രശേഖരന് പുറമെ ജപ്പാനിൽ നിന്നുള്ള പ്രതിനിധിയാണ് മറ്റൊരു ഏഷ്യക്കാരൻ. 27-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഈ ചന്ദ്രശേഖരന് നൽകുന്ന സ്വീകരണ പരിപാടിയിൽ കോൺഗ്രസിന്റെയും INTUCയുടെയും വിവിധ ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കൾ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആഗോള സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി പ്രവർത്തകർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു അഖില ലോക വേദിയിൽ സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ആവേശകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ സ്ഥാനലബ്ധിയിൽ അദ്ദേഹത്തെ അനുമോദിക്കാൻ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 27-ാം തീയതി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് ആ സ്വീകരണം കൊടുക്കുന്നത്. ഒന്ന്, അവിടെ പാർട്ടിയുടെയും INTUCയുടെയും അതുപോലെ നമ്മുടെ മറ്റ് ട്രേഡ് യൂണിയൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. അവരടക്കം വന്ന് അദ്ദേഹത്തിന് സമുചിതമായ ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. INTUC ജില്ലാ ഭാരവാഹികളായ PG ദേവ്, അഡ്വക്കേറ്റ് സദാനന്ദ റൈ, KN ശശി, അബ്ദുൽ റസാഖ്, KV രാഘവൻ, KV ദാമോദരൻ, PV ഉദയകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നീതി മെഡിക്കൽ സ്റ്റോർ കാസർഗോഡും പ്രവർത്തനം ആരംഭിച്ചു. മല്ലികാർജുന ക്ഷേത്രത്തിന് സമീപത്തുള്ള കെട്ടിടത്തിൽ ആരംഭിച്ച മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭ ചെയർമാൻ T അബ്ദുള്ള നിർവഹിച്ചു. സഹകരണ മേഖലയിൽ ഇത് ഇപ്പോൾ സാധാരണ കടകൾക്ക് 30, 40, 50% വില കുറച്ച് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാറ്റിക്സിനെ കുറിച്ചോ അല്ല ഇതിൻ്റെ മാജിക്കിനെ കുറിച്ചോ എനിക്കറിയില്ലെങ്കിലും സാധാരണക്കാരന് നീതി ലഭിക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ ഈ സ്ഥാപനം മാറണം. കാസർഗോഡിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം. RMCH സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KG പ്രദീപ് കുമാർ ആദ്യ വിൽപ്പന നടത്തി. E അബ്ദുൾ റഹ്മാൻ കുഞ്ഞി മാസ്റ്റർ, G നാരായണൻ, M ശ്രീലത, ബാലകൃഷ്ണ വർക്കുള്ളു, KV ഗോപകുമാർ, PK വിനോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് രാജീവ് ജി മെമ്മോറിയൽ സഹകരണ ആശുപത്രിയുടെയും വിദ്യാനഗർ KCMP സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 10 മുതൽ 50% വരെ വിലക്കുറവുണ്ടായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. സ്കൂൾ ലൈബ്രറികളുടെ ശാക്തീകരണത്തിനായി ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. വിദ്യാലയങ്ങളിലെ വായനശാലകൾ മാനവിക മൂല്യങ്ങളുടെ മഹത്തായ പാഠശാലകൾ ആകണമെന്ന ലക്ഷ്യത്തോടെയാണ് ലൈബ്രറികളുടെ ശാക്തീകരണ പരിപാടി നടക്കുന്നത്. ലൈബ്രറികളെ കൂടുതൽ സജീവമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഏകദിന ശില്പശാല നടന്നു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. ലഘുലേഖ പ്രകാശനവും നടന്നു. സ്കൂൾ ലൈബ്രറികളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ഡോക്ടർ PP കൃഷ്ണകുമാർ ക്ലാസ് എടുത്തു. PN പണിക്കർ ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ C രാഘവൻ, പ്രൊഫസർ KP ജയരാജൻ, KV രാഘവൻ, CK ഭാസ്കരൻ, PK കുമാരൻ നായർ എന്നിവർ സംസാരിച്ചു. ഇൻഫർമേഷൻ ഓഫീസർ K അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിന് നഗരസഭ സംവിധാനമൊരുക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
മാലിന്യ സംസ്കരണത്തിന് നഗരസഭ ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ബേക്കൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടന്നത്. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ജില്ലാ സെമിനാർ അഭിപ്രായപ്പെട്ടു. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ബ്യൂട്ടീഷ്യൻ സ്ഥാപനം നടത്തുന്നവർക്ക് ലൈസൻസ് അനുവദിക്കരുതെന്ന് സെമിനാർ ആവശ്യപ്പെട്ടു. സെമിനാറിനോട് അനുബന്ധിച്ച് വിവിധതരം ഫേഷ്യൽ ക്ലാസുകളും നടന്നു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റീത്ത പത്മരാജ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇതിൽ കുറെ പുതുമുഖങ്ങളാണ് ഞാൻ കാണുന്നത്. നമ്മൾ FKB മെമ്പേഴ്സ് അല്ലാത്ത കുറെ ആൾക്കാർ ഇതിലുണ്ട് തോന്നും. അവരൊക്കെ FKB മെമ്പേഴ്സ് ആവുക. FKB മെമ്പേഴ്സ് ആയാൽ അതിന്റെ പ്രയോജനം ഇപ്പൊ അധ്യക്ഷ സംസാരിച്ചല്ലോ. കാരണം നമ്മളെ കുറെ പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം വത്സല എന്ന ഒരു ബ്യൂട്ടീഷ്യൻ മരിച്ചു. അവർക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓമന മേനോൻ അധ്യക്ഷനായി. സജിത്, ഷനിത, ഇബ്രാഹിം മാണിക്കോ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. മഞ്ചേശ്വരത്തിനടുത്ത് കോളേജ് അധ്യാപികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ അധ്യാപിക ഗീതയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പന്നിപ്പാറ ക്വാർട്ടേഴ്സിലെ പത്മനാഭന്റെ ഭാര്യയും കാസർഗോഡ് ആന്ധ്ര ബാങ്ക് ശാഖയിലെ ജീവനക്കാരിയുമായ സുമലതയാണ് മരിച്ചത്. അവർക്ക് 45 വയസ്സായിരുന്നു. മഞ്ചേശ്വരം വാമഞ്ചൂരിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് വ്യാപാരി നേതാവിന് പരിക്കേറ്റു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് അടപ്പക്കാണ് പരിക്കേറ്റത്. ചെക്ക് പോസ്റ്റിന് സമീപത്തായിരുന്നു അപകടം. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ നെല്ലിക്കുന്ന് വൈദ്യുതി സെക്ഷൻ പരിധിയിലെ നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ പള്ളി, പള്ളം എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ വാർഷിക സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. കൊളവയൽ വിവേകാനന്ദ വിദ്യാലയത്തിലാണ് സമ്മേളനം നടന്നത്. ബാലഗോകുലം കാഞ്ഞങ്ങാട് ജില്ലാ വാർഷിക സമ്മേളനം കൊളവയലിൽ സമാപിച്ചു. കൊളവയൽ വിവേകാനന്ദ നഗറിൽ നടന്ന സമ്മേളനം പെരുന്താറ്റിൽ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം സംസ്ഥാന കാര്യദർശി KP ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. പോസ്റ്റർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വായനവാരായിരുന്നു. പോസ്റ്റർ ഉണ്ടാക്കാൻ പഠിപ്പിക്കും, നിവേദനം ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ഇല്ലേ? ഇതൊന്നും നമ്മൾ പഠിച്ചില്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ ആളുകൾക്കൊക്കെ അറിയാം. ഇല്ലേ? സംശയം കേട്ടോ? ഇല്ല, ഇതൊക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനാവാൻ അവരെ പഠിപ്പിക്കണ്ടേ? ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടത്തൻ കുടുംബക്കാർ എന്ന് പഠിപ്പിച്ചാൽ ആ കുട്ടിയുടെ മനസ്സിൽ എൻ്റെ കൂടെയുള്ള കുട്ടി എൻ്റെ കുടുംബത്തിൽ കിട്ടുന്ന കുട്ടിയാണെന്ന് തോന്നില്ല. ഇത് കാണാതെ പഠിക്കാതെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ വരും? അപ്പൊ ഈ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ചില കുറവുകൾ ഇത് പരിഹരിക്കാൻ ജില്ലാ അധ്യക്ഷൻ KV ഗണേശൻ അധ്യക്ഷനായി. സംസ്ഥാന കാര്യദർശി KP ബാബുരാജ് സംസാരിച്ചു. ജില്ലാ ഖജാൻജി M ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രാൻഡുകളെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചൈന ഫോണുകൾ നൽകി കബളിപ്പിക്കുന്ന സംഭവം പെരുകുന്നു. പുതിയ തട്ടിപ്പിൽ വീണു പോകുന്നത് നിരവധി പേർ. പുകയില വിരുദ്ധ വിദ്യാലയങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. സ്കൂൾ പരിസരത്തെ ലഹരി വിൽപ്പനയ്ക്കെതിരെ കർശനമായ ജാഗ്രത. മഞ്ചേശ്വരത്ത് സ്വകാര്യ വ്യക്തി പുഴ കയ്യേറുന്നു. പ്രതിഷേധം ശക്തം. ഉത്തരമില്ലാതെ പ്രദീപ് രാജിന്റെ തിരോധാനം. ആക്ഷൻ കമ്മിറ്റി വീണ്ടും സമരരംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.